ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, സമ്പന്നർ അവരുടെ സമൃദ്ധിയിൽ മിച്ചം വന്ന നാണയത്തുട്ടുകളാണ് ഭണ്ഡാരത്തിലിട്ടത്. ദൈവത്തിന് മുമ്പിൽ അതിന് വലിയ വിലയൊന്നും ഉണ്ടായില്ല. ദരിദ്രയായ വിധവ തനിക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള തൻ്റെ ഉള്ളതിൽ നിന്ന് ഏതാനും നാണയത്തുട്ടുകൾ ഭണ്ഡാരത്തിലിട്ടപ്പോൾ അതിന് വലിയ വിലയുണ്ടായി. കാരണം ഉള്ളു തട്ടി നൊന്താണ് അവൾ ആ നാണയത്തുട്ടുകൾ അവിടെ നിക്ഷേപിച്ചത്. ദൈവം അളവ് നോക്കാറില്ല, എണ്ണം നോക്കാറില്ല, ഉള്ളാണ് നോക്കുന്നത്. എന്ത് മനോഭാവത്തോടെ, എന്ത് മനസ്സോടെ നീ കൊടുത്തു എന്നുള്ളതാണ്. ധാരാളമായി കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കുന്നത് നൊന്ത് കൊടുത്താൽ ഫലമുണ്ടാകും. ഈശോയുടെ പ്രസംഗം കേട്ടാൻ ബാലൻ വന്നത് അമ്മ കൊടുത്തു വിട്ട 5 അപ്പവും 2 മീനുമായിട്ട്. അവന് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈശോയ്ക്ക് വേണ്ടി അവനത് കൊടുത്തു. അവൻ്റെ ഉള്ളു നൊന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനുഗ്രഹമായി മാറി. 5000 പേരാണ് ആ അപ്പത്തിൽ നിന്ന്, മീനിൽ നിന്നും ഭക്ഷിച്ചത്. അവനും വയറ് നിറച്ച് കഴിക്കാൻ പറ്റി. മിച്ചം 12 കുട്ട നിറയെ ശേഖരിച്ചു. നീ ഒത്തിരി കൊടുത്തിട്ടുണ്ടാവാം. കൊടുത്തതിന് ഫലമുണ്ടാകാതെ പോയെങ്കിൽ, അനുഗ്രഹം കിട്ടാതെ പോയെങ്കിൽ, അത് നീ സമൃദ്ധിയിൽ മിച്ചമുള്ളതാണ് കൊടുത്തത്. ഉള്ളു നൊന്ത് കൊടുത്ത് നോക്കുക, അനുഗ്രഹമുണ്ടാകും. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.